ഒട്ടത്തരം. വേറെ ചിലതിൽ എന്തുണ്ട്, തകിടുകളുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പില്ലർ കുഴിക്കാൻ വേണ്ടി ഇങ്ങനെ പറമ്പ് കിളക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തെങ്ങ് തിരക്കാൻ വേണ്ടി പറമ്പ് കിളക്കുമ്പോൾ കാണാൻ കുപ്പിയുടെ കൊണ്ടിന്. ഈ കുപ്പി കണ്ടിട്ട് ബോധം കെട്ട എത്ര കൃഷിക്കാരുണ്ട്, പണിക്കാരുണ്ട്. എന്താ പ്രശ്നം? തുറന്നു നോക്കിയാലേ ഇവര് തകിടിൽ കുറെ ഇതുപോലെയുള്ള വരകളും കുടികളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പരിപാടികള്, മുട്ടന്മേല്, കരിക്കിന്മേല്, പ്ലേറ്റില്, പാത്രത്തില്, തോലില്, അതുപോലെ മരപ്പലകളിന്മേൽ ഒക്കെ എഴുതിയുണ്ടാക്കിയിട്ട് മനുഷ്യനെ പറ്റിക്കുന്ന ഈ നിലക്കുള്ള മന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ എല്ലാം ഇസ്ലാമികമായ ഭാഷയുള്ളവയൊന്നും യാതൊരു ആവശ്യവും ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മൃഗങ്ങളുടെ കഴുത്തിൽ ചിലതൊക്കെ കെട്ടിത്തൂക്കുന്ന പരിപാടി ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ തന്നെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഒരൊറ്റ മൃഗത്തിന്റെ കഴുത്തിലും ഇത്തരത്തിലുള്ള ഐക്കല്ലുകളും തൂങ്ങലുകളും പാടില്ല, എല്ലാം അറുത്ത് മുറിച്ചു കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു യാത്രാവേളയിൽ ഒരു ദൂതനെ തന്നെ പ്രത്യേകം നിയോഗിക്കുകയുണ്ടായി എന്ന് ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളിൽ രൂപങ്ങൾ വെക്കുന്ന പതിവുണ്ട്, പച്ചക്കറിക്കായത്തോട്ടത്തില്. അതുപോലെ തന്നെ ഒരുപാട് കൃഷികൾ വളർന്നു വരുന്ന തോട്ടങ്ങളിലൊക്കെ ഒരു സാധു പെണ്ണിന്റെ ഫോട്ടോ വെക്കുക, രൂപണ്ടാക്കാം. എവിടുന്നെങ്കിലും ഒരു ചുരിദാർ കൊണ്ടുവരും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു സാരി, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു തുണി, ഇവിടെ ഒരു പൊങ്കുപ്പായോ, എന്നിട്ട് ഇതിനൊക്കെ വൈക്കോല് നടത്തും. എന്നിട്ട് ഈ സാധുവിനെ അങ്ങനെ നിർത്തും. തലയിലോ ഒരു തല ഉണ്ടാക്കും. എന്താ തല? ഒരു കലം കമിഴ്ത്ത. അതിലിങ്ങനെ കുറെ മാർക്ക് ചെയ്യും. എന്താ? ചുണ്ണാമ്പ് കൊണ്ട് ഒരു വൈപ്പത്ത് തോണ്ടൽ അവിടെ ഇവിടെ കണ്ടും. എന്നിട്ട് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതവിടെ രൂപ അവിടെ ഉണ്ടായാൽ മതി. എന്നാ പിന്നെ വെള്ളരിക്കയിലേക്ക് നോക്കൂല, കുമ്പളങ്ങയിലേക്ക് നോക്കൂല, മത്തങ്ങയിലേക്ക് നോക്കൂല, വളർന്നു വരുന്ന ഒറ്റക്കൃഷിയിലേക്ക് നോക്കാതെ ആദ്യം കണ്ടുപിടിക്കാൻ പോവുക. അതുകൊണ്ട് യാതൊന്നും പറ്റൂല. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമീങ്ങളില്ലേ? ചെയ്യുന്ന ആളുകളല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ആപ്പളാല് ഇസ്ലാമിന് അന്യമാണത്. വേറെ ചില ആളുകൾ ഇരുവക്കും കരിങ്കണ്ണ നോക്ക് അബ്ദുല്ലാലമീനെ കൊണ്ട് നോക്കാൻ പറ്റൂല, അതുകൊണ്ട് കരിങ്കണ്ണ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പലകമ്പൽ അതിങ്ങനെ നാട്ടിയിട്ട് ഇങ്ങനെ വീട് പണി നടത്തുമ്പോ വാർപ്പ് ഇങ്ങനെ അധികമായിട്ടില്ല, അല്ലാണ്ട് ഇങ്ങനെ ഫ്രെയിം പില്ലർ പൊന്തുന്നേ ഉള്ളൂ, തേപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കരിങ്കണ്ണ നോക്കിയില്ലെങ്കിൽ ഇവിടെ കാര്യം നടത്തൂല. വേറെ ചില ആളുകൾ എന്ത് തിരി പരിഷ്കരിച്ചവരാവര്, അവരുടെ ഒപ്പം ഞങ്ങൾ അന്ധവിശ്വാസികൾക്കെതിരാണ്, ഞങ്ങൾ അനാചാരത്തിനെതിരാണ് എന്ന് പറയുന്ന ആളുകൾക്കുമുണ്ട് തിരി ഒരു പേടി. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, നേരിയൊരു ഭയണ്ട് എന്ന് പറഞ്ഞല്ലേ പണ്ടൊരു ചങ്ങാതി. അതേപോലെയാണ് ഈ ഭാഗത്തിന് പേടിയൊന്നുമില്ല. പക്ഷെ അവരും ഇങ്ങനെ എഴുതിയൊക്കെ കുറച്ച് ലേറ്റസ്റ്റ് ഒരു മോഡൽ എന്താ, അഭിപ്രായം വേണ്ട നിങ്ങൾക്ക് പോകാം. ഉണ്ടോ? ഇതിനാ ഇലാഹിരി അഭിപ്രായം വേണ്ട നിങ്ങൾക്ക് പോകാം. ധൈര്യക്കും സഹാബിമാര് എത്രയെത്ര നല്ല മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. സഹാബിമാർക്ക് ആരെങ്കിലും എഴുതി വെച്ചോ, നിങ്ങൾക്ക് പോകാം വിരാസതിയിൽ, എന്റെ വഴിയിൽ നീ പൊയ്ക്കോ, അഭിപ്രായം വേണ്ടാന്ന് എഴുതി വെച്ചോ, നോ കമന്റ് യു ക്യാൻ ഗോ, കുറച്ച് പരിഷ്കരിച്ചവൻ അങ്ങനെ ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഓരോ രൂപത്തിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് അതിലേക്ക് ജനശ്രദ്ധയെ ആകർഷിപ്പിച്ച് തന്റെ വീട്ടിനൊന്നും പറ്റരുത്, തന്റെ കൃഷിക്കൊന്നും സംഭവിക്കരുത്, എങ്ങനെ പൂക്കല വരുന്ന സമയത്ത് അത് എഴുതി വെക്കുകയാണ്. ഇല്ലെങ്കിലോ അതാകെ പൊഴിഞ്ഞു വീഴും. ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ചെന്നുപെട്ടുകൊണ്ട് ഈ നിലക്ക് വൃത്തികെട്ട സംസ്കാരത്തിന്റെ അനുയായികളാകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നൊരു സത്യവിശ്വാസി